ഏട്ടത്തി, ചായ. ചായ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ട് അഞ്ചു എടുത്ത് കുടിച്ചോ. എന്റെ ഏട്ടത്തി, ഞാൻ എടുക്കൂല. എനിക്ക് ഏട്ടത്തി എന്നെ എടുത്ത് തന്നാ മതി. ഫ്ലാസ്കിൽ നിന്ന് കപ്പിലോട്ട് ചായ ഒഴിക്കുമ്പം എന്റെ കൈയൊക്കെ പൊള്ളും. ഏട്ടത്തി ഒന്ന് എടുത്തതാ. അങ്ങനെ കൈയൊന്നും പൊള്ളില്ല എന്റെ അഞ്ചു. പ്ലീസ് ഏട്ടത്തി, എനിക്ക് ഏട്ടത്തി എടുത്ത് തന്നാ മതി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ദാ ഞാനിപ്പോ വരാം. മോളെ അഞ്ചു, നീ അടുക്കളപ്പണി മുഴുവൻ പഠിച്ചിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അത്യാവശ്യം നിനക്കുള്ളതെങ്കിലും നീ ഒന്ന് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണ്ടേ. ദാ ചായ കുടിക്ക്. ആദ്യം നീ രാത്രിയിലെ വൈകുറെങ്കിലും രാവിലെ താമസിച്ചെണീക്കലൊക്കെ ഒന്ന് നിർത്തണം. എന്നിട്ട് രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു നോക്ക്. അപ്പൊ അറിയാം അതിന്റെ സുഖം എന്താണെന്നുള്ളത്. പിന്നെ കുറച്ചു നാളും കൂടെ കഴിയുമ്പം നിന്റെ ഏട്ടൻ നിന്നെ എവിടെയും പിടിച്ച് കെട്ടിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ ഒരു ചായ ഇടാൻ പഠിച്ചു വെച്ചാ അത് നിനക്ക് തന്നെ ഉപകാരപ്പെടും. അവിടെ ഉള്ളവർക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും നിനക്കെങ്കിലും ഇട്ട് കുടിക്കാലോ. പിന്നെ ഈ താമസിച്ചെണീക്കലൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അഞ്ചു. അപ്പം അത്യാവശ്യം കുറച്ച് പാചകമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ മോളെ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ പറഞ്ഞു തരണത്. എന്റെ ഏട്ടത്തി, എന്നെ കൊണ്ടൊന്നും ഈ പണിയൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ അടുക്കള കയറുമ്പോ തന്നെ എന്താ ഒരു ചൂട്. കഴിഞ്ഞ ദിവസം ഞാൻ പപ്പടം കാച്ചാൻ കയറിയപ്പോ എന്റെ കൈ പൊള്ളിയത് കണ്ടോ. ഞാൻ എപ്പ കത്തി എടുത്താലും എന്റെ കൈ മുറിയും. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല ഏട്ടത്തി. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ അഞ്ചു. പിന്നെ പിന്നെയാ എല്ലാം ശരിയാവുന്നത്. അവർക്കുണ്ടാക്കി കൊടുക്കാനല്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഉണ്ടാക്കി കഴിക്കാലോ. സ്വന്തമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാ നീ എന്ത് ചെയ്യും? മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾ കുറച്ച് പാചകമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാ. ആഹാ, നീ രാവിലെ തന്നെ എന്റെ കൊച്ചിന് ഉപദേശം കൊടുക്കുവാണോടി? എന്നിട്ട് നിന്റെ ഉപദേശം കൊടുപ്പ് കഴിഞ്ഞോ? അഞ്ചുമോളെ, നീ ഇവളൊന്നും പറയണമെന്ന് കേക്കല്ലേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതേ നിന്നെപ്പോലെ ഒരു കുടുംബത്തിലോട്ട് വെറും കൈയോടെ കയറി വന്നവർക്ക് വേണ്ടിയിട്ടാ. ഞാൻ എന്തായാലേ എന്റെ മോളെ നിന്നെപ്പോലെ ഒരു പിച്ചക്കാരിയായിട്ട് ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മോളെ ഇവിടുത്തെ രാജകുമാരിയാ, രാജകുമാരി. ചെന്ന് കയറുന്ന വീട്ടിലും അവൾ അവിടുത്തെ മഹാറാണിയായിരിക്കും. അതേപോലെ പൊന്നും പണവും കൊടുത്താ ഞാൻ അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നത്. അല്ലാതെ നിന്നെ പോലെ എന്റെ മോനെ വശീകരിച്ച് ഇങ്ങോട്ടേക്ക് വെറും കൈയോടെ കയറി വരുന്ന വിദ്യയൊന്നും എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. അഞ്ജുവിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ. നിർത്തടി. നീ കൂടുതലേ എന്റെ മോളെ ഉപദേശം നന്നാക്കാനൊന്നും നിൽക്കണ്ട. നിന്നേക്കാളും കൂടുതലേ നന്നായിട്ടറിയാം എന്റെ മോൾക്ക് എന്ത് വേണമെന്നുള്ളത്. അവളുടെ അമ്മയാണ് ഞാന്. അവളങ്ങ് ഉപദേശിക്കാൻ വന്നേക്കുന്നു. അഞ്ചുമോൾ അപ്പുറം ചെന്നിരുന്ന് TV കണ്ടോ. കാപ്പിയാകുമ്പം അമ്മ വന്ന് വിളിക്കാം. ശരി അമ്മേ. ഏട്ടത്തി, ഈ കപ്പും കൂടി ഒന്ന് കഴുകി വെച്ചേക്കണേ. നീ കുടിച്ച ചായക്കപ്പ് കഴുകി വെക്കാൻ ഇനി മറ്റാരെങ്കിലും വേണോ അഞ്ചു? നിനക്കെന്താടി അഞ്ചുമോള് കുടിച്ച കപ്പൊന്ന് കഴുകി വെച്ചാല് നിന്റെ കൈ കിടക്കണ വളയം ഊരിപ്പോവോ? എനിക്ക് അഞ്ചുന്റെ ചായക്കപ്പ് കഴുകുന്നതിൽ ഇപ്പൊ എന്താമ്മേ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ കുടിച്ച ചായക്കപ്പ് പോലും കഴുകി വെക്കാതെ എങ്ങനെയാമ്മേ അഞ്ചു ജീവിക്കുന്നത്? ആ കാര്യം ഓർത്തേ നീ എന്തായാലും തല പോയിക്കണ്ട. നീ രാവിലെ കാപ്പിക്കുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. മോള് ചെന്നിരിക്കപ്പറേ. ഇടയ്ക്ക് അഞ്ചുമോൾക്ക് ജ്യൂസ് കൊടുക്കാനും മറക്കണ്ട. എന്താണ് എന്റെ ഭാര്യയുടെ മുഖത്തിന് ഇത്ര വിഷമം? അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? ഏട്ടനറിയാലോ, ഞാൻ അഞ്ജുവിനെ എന്റെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ കാണുന്നത്. അവൾക്ക് ഞാനിന്ന് കുറച്ച് നല്ല ഉപദേശങ്ങൾ കൊടുത്തു. അത് കേട്ടോണ്ട് വന്ന അമ്മയ്ക്ക് അതത്ര പിടിച്ചില്ല. അമ്മ അതിന് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞാനിവിടെ സ്വർണവും പണവും ഇല്ലാതെ ഒന്നുമില്ലാതെ വലിഞ്ഞു കയറി വന്നതാന്നും ഏട്ടനെ ഞാൻ വശീകരിച്ച് ഇവിടെ കയറി വന്നതാന്ന് വരെ അമ്മ പറഞ്ഞു. നീ ഇങ്ങനെ വിഷമിക്കാതെ. നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അമ്മ ഒറ്റ ഒരാളാ അഞ്ജുനെ കൂടി ഇങ്ങനെ വഷളാക്കുന്നത്. നീ ഇനിയൊന്നും പറയാൻ പോണ്ട. രണ്ടും കൂടി എന്താന്ന് വെച്ചാ കാണിക്കട്ടെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. എന്റെ ഏട്ടാ, കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അമ്മ എന്നോട് വഴക്കിടാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പം ഇതൊക്കെ ശീലമാണ്. പിന്നെ അഞ്ജുന്റെ ജീവിതം ഓർക്കുമ്പം എനിക്ക് കുറച്ച് പേടി തോന്നണു. അതുകൊണ്ടാ ഞാൻ അവൾക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അത് അവൾക്ക് പിടിക്കണില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാൻ? അവൾ അത് കേൾക്കാൻ തയ്യാറായാലും അമ്മ അതിനൊട്ടും സമ്മതിക്കില്ല. അമ്മ അവളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾ അമ്മയുടെ വാക്കും കേട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം തന്നെ പോകും. ഇവരുടെ ഇടയ്ക്ക് കയറി ചെല്ലാൻ ഞാനാര്? എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ.
ഞാനിപ്പോ ഇതിൽ കൂടുതൽ ഇനിയിപ്പോ എന്ത് പറയാനാ? നീ ഇനിയൊന്നും പറയാൻ പോണ്ട. അല്ലെങ്കിലും മകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണ കണ്ട അവർക്ക് പിടിക്കുകയല്ലോ. ഒന്നുമില്ലേലും കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അത്രേ ചിന്തിച്ചുള്ളൂ. അമ്മുവിന് പിന്നെ പണ്ടേ വീട്ടിലെ ജോലി ചെയ്യാനും പഠിക്കാനൊന്നും തീരെ താല്പര്യമില്ലല്ലോ. അവൾ എന്തായാലും അവിടെ ചെന്നിട്ട് ജോലിക്ക് പോകാനും പോകുന്നില്ല. അപ്പൊ ഫുൾ ടൈം വീട്ടിൽ തന്നെ കാണില്ലേ ഏട്ടാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ചുമ്മാ ഇരിക്കണ കണ്ട അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം അവൾ എന്തെങ്കിലും പണി ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കരുതി പറഞ്ഞു കൊടുത്തതാ. അത് കേട്ടോണ്ട് വന്നത് അമ്മയ്ക്ക് കലി കയറി. അമ്മയ്ക്ക് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണത് ഒട്ടും ഇഷ്ടമല്ല. എന്തെങ്കിലും പറഞ്ഞ അമ്മയുടെ തല കയറുകയോ ഇല്ല. എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും നല്ല അഹങ്കാരമാണ്. അതും പണം ഉള്ളതിന്റെ അഹങ്കാരം. പണം കൊണ്ടെല്ലാം നേടാൻ പറ്റുന്ന അവരുടെ വിചാരം. അതല്ലെന്ന് മനസ്സിലാവുന്ന ഒരു കാലം വരും. അതൊക്കെ പോട്ടെ, നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അഞ്ജുന്റെ കല്യാണം കഴിഞ്ഞ് പോകുമ്പം നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകും. നീ എന്തായിരുന്നേ ഈ പറയുന്നത്? ഇവളെയും കൂടെ നിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാന്നാണോ? അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ദൂരെ നാട്ടിൽ പോയി ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാ മതിയോ? ഇവിടെ ഉള്ളവരെങ്ങനെ ജീവിക്കണേന്നുള്ള കാര്യമൊന്നും നിനക്കറിയണ്ടല്ലോ. അമ്മയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ചെലവിന് മാസം മാസം ഞാൻ കാശ് അയച്ചു തരാറുണ്ടല്ലോ, പിന്നെന്താ? നീ പോണെങ്കി പൊക്കോ, പക്ഷെ മീനാക്ഷിനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കിങ്ങ വയ്യ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് വെക്കാനും വിളമ്പാനൊക്കെ. മീനാക്ഷി ഇവിടെ നിക്കട്ടെ. മീനാക്ഷിനെ ഇപ്പൊ കൊണ്ടുപോയിട്ട് നിനക്ക് എന്താ ഇത്ര അത്യാവശ്യം? ഓ, അപ്പൊ അതാണോ കാര്യം? എന്റെ ഭാര്യയെ ഞാൻ അമ്മയ്ക്ക് വെച്ച് വിളമ്പാനായി ഇവിടെ നിർത്തണം എന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തിനാ എന്റെ ഭാര്യ? അമ്മയ്ക്ക് മാത്രല്ല ഏട്ടാ, എനിക്കും കൂടിയാ. ഞാൻ രാത്രി തന്നെ ഇങ്ങ് പോന്നു. ആഹാ, നീ ഇതെപ്പോ വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്താ നീ ഒന്നും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ പറഞ്ഞിട്ടാ അവൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആ വീട്ടിലുള്ളവർക്കേ അവൾ ഒറ്റയ്ക്കിരുന്ന് സൂഹിക്കണം കണ്ടിട്ട് അങ്ങ് സഹിക്കണില്ല. ഞാൻ പറഞ്ഞു ഇനി ഒരു നിമിഷം അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് പോരാൻ. ആ വീട്ടിൽ പണി ചെയ്യാനല്ല പൊന്നും പണവും കൊടുത്ത് എന്റെ മോളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടത്. ആ പഷ്ട്, കെട്ടിച്ചു വിട്ടിട്ട് 2 മാസം പോലും ആയില്ല. അതിനു മുന്നേ അവള് നമ്മുടെ വീടെത്തിയോ? നല്ല കാര്യം. അപ്പൊ അമ്മയ്ക്ക് കൂട്ടായല്ലോ. ഇനിയിപ്പം അഞ്ചുമോളോട് പറ അമ്മയ്ക്ക് വെച്ചുണ്ടാക്കി തരാൻ. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? നിനക്കറിയാലോ ഞാൻ അഞ്ചുമോൾ അടുക്കളയിൽ പോലും കയറ്റില്ലെന്ന്. അല്ലെങ്കിൽ അവിടുത്തെ തള്ളയുടെ സ്വഭാവം ശരിയല്ല. അതാ ഞാൻ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. എനിക്ക് അവിടെ തീരെ പറ്റണില്ല ഏട്ടാ. അവരെപ്പോഴും എന്നോട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറയും. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലമില്ലെന്ന് ഏട്ടൻ അറിയാലോ. പിന്നെ അവിടുത്തെ എച്ചിൽ പാത്രമൊക്കെ കഴുകാൻ ചെല്ലുമ്പം ഓ എന്റെ ഏട്ടാ, എനിക്കാണെങ്കിൽ അങ്ങ് ഛർദ്ദിക്കാൻ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവർ എച്ചിൽ പാത്രം കഴുകി ഞാനും ഛർദ്ദിക്കണ്ടേ അഞ്ജു? ഇതൊക്കെ ഒരു വീട് വിട്ട് വരാനുള്ള കാരണങ്ങളാണോ അഞ്ജു? ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഓ വന്നല്ലോ തമ്പുരാട്ടി. എടി, നിന്നെ പോലെ വെറും കൈയോടെ വലിഞ്ഞു കയറി വന്നവൾമാർക്കേ എച്ചിൽ പാത്രം കഴുകാം. ഞാൻ എന്റെ മോളെ 101 പവനും കാറും കൊടുത്താ കെട്ടിച്ചു വിട്ടേക്കുന്നത്. അതെ, അവിടെ കയറി ചെന്നിട്ട് അവിടുത്തെ എച്ചിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടല്ല. ഏട്ടത്തിക്ക് പറ്റുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് എന്തായാലും മറ്റുള്ളവരുടെ എച്ചിൽ പാത്രം കഴുകാനും ഫുഡ് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മേ, അമ്മയെ അഞ്ജുവിന്റെ ജീവിതം നശിപ്പിക്കരുത്. സാധാരണ അമ്മമാരാ പെൺകുട്ടികൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ അമ്മ നേരെ തിരിച്ചാ. അമ്മ ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ അഞ്ജുവിന് ഒന്നും ചെയ്യാൻ അറിയില്ല. ഈ ഒരു നിസ്സാര കാര്യത്തിന്റെ പേര് കെട്ടുതാലിയും പൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോഴത്തേനും ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ അന്നേരം ഒരു വില കാണില്ലമ്മേ. പണം കൊണ്ട് അളക്കാൻ കഴിയാത്തതേ വേറെ പലതും ഉണ്ട് ഈ ലോകത്ത്. നീ എന്താടി എന്നെ പഠിപ്പിക്കുകയാണോ? നിനക്കിപ്പോ അവന്റെ കൂടെ പോണം, അതിനുള്ള പ്രഹസനമല്ലേ ഇത്? നിനക്കല്ലേലും എന്നെ എന്റെ മോളെ പറ്റി എന്താ ചിന്തയുള്ളത്? സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. അഞ്ജു, നീ അമ്മയുടെ വാക്ക് കേട്ട് നിൽക്കാതെ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. രാഹുലിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അവനെ പോലൊരു നല്ല പയ്യനെ ഇനി നിനക്ക് കിട്ടത്തില്ല. ഇത് നിന്റെ ജീവിതമാ. അമ്മയുടെ വാക്ക് കേട്ട് നീ സ്വന്തം ജീവിതം നശിപ്പിക്കാതെ ചെല്ലാൻ നോക്ക്. ഏട്ടാ, അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഞാൻ ഇന്നേ വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇനി അത് ചെയ്യത്തുമില്ല ഏട്ടാ. ഏട്ടത്തിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ വയ്യാത്തോണ്ടല്ലേ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് നിനക്കിതൊരു മനസ്സിലായില്ലേ മോളെ? ഇവനെ അങ്ങനെ ഒരു അച്ചിക്കോന്തനായിപ്പോയി. ഇപ്പൊ അവന്റെ കെട്ടിയോളം മാത്രം മതി. ഇവിടുത്തെ പണി ചെയ്യാനും നിങ്ങളുടെ വേലക്കാരിയാക്കാനും ഞാൻ എന്തായാലും എന്റെ ഭാര്യയെ വിട്ടു തരത്തില്ല. ഞാൻ നാളെ പോകുമ്പോൾ എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടാകും. പിന്നെ അമ്മയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ അമ്മയായിട്ട് തീർത്താൽ മതി. അതിൽ എന്നെയും എന്റെ ഭാര്യയും പിടിച്ചിട്ടുണ്ട. പിന്നെ കഴിച്ച പാത്രം കഴുകി വെക്കാനെങ്കിലും മോളെ പഠിപ്പിച്ചിട്ട് വേണം തിരിച്ച് പറഞ്ഞു വിടാൻ. ഇല്ലെങ്കിൽ ഭാവിയിലെ അഞ്ജു അമ്മയുടെ കൂടെ തന്നെ കാണും. തന്നിഷ്ടം കാണിച്ചിട്ട് വന്നാലേ എന്ത് ഞാൻ നോക്കുന്നുള്ള ധാരണ രണ്ടുപേർക്കുണ്ടെങ്കിലേ അത് മാറ്റുന്നതാ നല്ലത്. എന്നെ എന്റെ ഭാര്യനെ പ്രതീക്ഷിക്കരുത് ഒന്നിനും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുടുംബമുണ്ട്. ഇടയ്ക്ക് അമ്മ അത് ഓർക്കുന്ന കൂടി നല്ലതാ. അഞ്ജു, ഏട്ടത്തി അന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇപ്പൊ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അതെങ്ങനെയാ? ചിലർ അനുഭവം കൊണ്ടല്ലേ പഠിക്കുള്ളൂ. അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.